ഇത് അവളുടെ അറിവോടെ നടന്ന മോഷണമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏയ് അങ്ങനെ ആവില്ല സുധി. അവളുടെ അറിവോടെ തന്നെയാ ഇത് നടന്നിരിക്കുന്നത്. എനിക്ക് ആ കാര്യം ഉറപ്പാ. അച്ഛന്റെ കാശ് എടുത്തോണ്ട് ഞാൻ ഓടിയെന്ന് പറഞ്ഞ് സച്ചി എന്നെ കുത്താത്ത ദിവസമില്ല. എന്നിട്ട് ഇപ്പൊ അവന്റെ അളിയും ചെയ്തു കണ്ടോ? ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. ശ്രുതി, ഇത് നമുക്ക് കയ്യോടെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കണം. അയ്യോ വേണ്ട സുധി, വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. നമ്മളായിട്ട് ഇത് ആരോടും പറയണ്ട. ഇല്ല ശ്രുതി, നമ്മൾ രണ്ടുപേരും വിചാരിച്ചാലൊന്നും ഇത് മറക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പൊ തന്നെ 1 മില്യൺ വ്യൂസ് ഉണ്ട് ഈ വീഡിയോക്ക്. നമ്മുടെ വീട്ടിലുള്ള എല്ലാരും ഇത് കാണും. അവരൊക്കെ അറിയണം. അമ്മ അങ്ങനെ ഫോണൊന്നും നോക്കാറില്ല. നമ്മൾ ഇത് അറിഞ്ഞിട്ടും അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അമ്മ അറിയുമ്പോ നമ്മൾ വഴക്ക് പറയും. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? കുറച്ചു മുമ്പ് ഞാൻ അമ്മയെ വിളിച്ചിരുന്നു. അമ്മ ഭാമേന്റെ വീട്ടില്. നീ ഒരു കാര്യം ചെയ്യ, നീ അവിടെ ചെന്നിട്ട് ഈ കാര്യം നേരിട്ട് പറ. ഈ വീഡിയോ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്ക. അതൊന്നും വേണ്ട സുധി, അതൊന്നും വേണ്ട. വേണം, അമ്മ ഇത് അറിഞ്ഞിരിക്കണം. എനിക്ക് തിരക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി പറഞ്ഞാന്. ഫോണിൽ ഈ കാര്യം പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ വേറെ ആരെങ്കിലും അമ്മയോട് പറയുന്നതിന് മുമ്പ് നമ്മൾ തന്നെ പറയുന്നതാണ് ബെറ്റർ. നീ വേഗം ചെല്ലും. ഒരു ഈച്ച പോലും ക്ലാസ് ചേരാൻ വരുന്നില്ലല്ലോ. നീ ഇവിടെ വന്നിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കുട്ടികളെ പിടിക്കാനുള്ള വഴി നോക്ക്. ടീച്ചറായി ഞാൻ കുട്ടികളെ പിടിക്കാൻ ഇറങ്ങിയ നാണക്കേടല്ലേ? നീ ഇറങ്ങ. എന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞേലേ. ആന്റി, ആന്റി. എന്താ ശ്രുതി നീ ഇവിടെ? ഈ പരിസരത്ത് എവിടെയെങ്കിലും ഫംഗ്ഷന് മേക്കപ്പ് ചെയ്യാൻ വന്നാണോ? അല്ല ആന്റി, ഞാൻ ആന്റി കാണാൻ വന്നത് തന്നെയാ. എന്താ ശ്രുതി? ഞാനത് എങ്ങനെ ആന്റിയോട് പറയും? വല്ലാത്തൊരു മാനസികാവസ്ഥയില ഞാൻ. നീ ഇവിടെ ഇരുന്നേ, ഇരിക്ക. എന്താ ശ്രുതി? നീ ശ്രുതി തമ്മിൽ വഴക്ക് കൂടിയോ? പ്രശ്നമായോ? ഞാനും സുധിയും തമ്മിൽ എപ്പോഴെങ്കിലും മഴ കൂടിയിട്ടുണ്ടോ ആന്റി? നിന്റെ മുഖം ശരിയല്ലല്ലോ. എന്താ പ്രശ്നം? നീ വിഷയം പറ. അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. നീ പറ, എനിക്ക് പേടിയാവുന്നു. സുധിയുടെ ഷോറൂമിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ ഡീലർഷിപ്പ് അവന് കൊടുക്കില്ലെന്ന് പറഞ്ഞോ? അതൊന്നും അല്ല വിഷയം. എന്റെ ഹൃദയം പടപെടാതിരിക്കുക. എന്താന്ന് വെച്ചൊന്ന് പറ. അതെനിക്ക് പറയാൻ പറ്റില്ല ആന്റി. ആന്റി ദേ ഇതൊന്ന് കണ്ടേ. അല്ല, വീഡിയോയിൽ നീ ഉണ്ടല്ലോ ചന്ദ്രേ. നീ എപ്പോഴാ അഭിനയിച്ചത്? എന്നോട് പറഞ്ഞില്ല കേട്ടോ. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ശ്രുതി, ഇത് എപ്പോഴത്തെ വീഡിയോയാ? നോക്ക്, രണ്ടുപേര് ബൈക്കിൽ വന്ന് നിന്റെ ബാഗ് തട്ടിയെടുക്കാൻ നോക്കുന്നു. അയ്യോ, ഞാൻ തട്ടിയെടുത്തു. ഇതെന്ന് എന്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുത്തതിന്റെ വീഡിയോ ആണല്ലോ. ഈ വീഡിയോ നിനക്ക് എവിടെ നിന്ന് കിട്ടി? എത്രയും കണ്ടപ്പോ തന്നെ ആന്റിക്ക് ഷോക്കായില്ലേ? കാശ് തട്ടിയെടുത്ത് ആരാണെന്ന് അറിഞ്ഞാലേ ഇതിനേക്കാൾ വലിയ ഷോക്കാവും. ഇവന്റെ മുഖം മനസ്സിലാവുന്നില്ലല്ലോ. ബാക്കിയൂടെ കാണാൻ ആന്റി, അപ്പം മനസ്സിലാവും. അവൻ ആരാണെന്ന് അറിഞ്ഞാ ഞാനവനെ ചെരുപ്പൂരി അടിക്കും. ഇത് രേവതിയുടെ അനിയനല്ലേ? അതെ അതെ, ശരത്. ശരത്ത, ഇവനാണല്ലേ നിന്റെ കാശ് മോഷ്ടിച്ചേ? ശ്രുതി, ഈ വീഡിയോ നിനക്ക് എവിടെന്നാ കിട്ടിയത്? ഈ വീഡിയോ എനിക്ക് മാത്രമല്ല കിട്ടിയിരിക്കുന്നേ. ഈ വീഡിയോ ഇപ്പൊ ഒട്ടുമിക്ക ആളുകളുടെയും ഫോണിലുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലായിപ്പോ ഈ വീഡിയോ. ഇന്റർനെറ്റിൽ ആരോ ഇട്ടതായത്. അവന്റെ കാശ് മോഷ്ടിച്ചത് ആ പൂക്കാരിയുടെ അനിയനാ. അവൻ എന്താ പറ്റിയത്? അവൻ എന്തിനാ അത് ചെയ്തത്? എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നോ? അവൻ പേര് കള്ളനല്ലേ. സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചതും അവനാ. ഒടുക്കം അവൻ എന്റെ അടുത്ത് അവന്റെ തനി നിറം കാണിച്ചു. അന്ന് ഞാൻ വീണ് മരിക്കേണ്ടതായിരുന്നു. കാശ് മോഷ്ടിക്കുക മാത്രമായിരുന്നില്ല അവന്റെ ലക്ഷ്യം, എന്നെ കൊല്ലുക എന്നതുകൂടിയായിരുന്നു. മോശമായി പോയി. അവന്റെ ചേച്ചി നിന്റെ വീട്ടിലാണ് കഴിയുന്നത്. അവൻ ഓർത്തില്ലല്ലോ. ആ പൂക്കാരിയുടെ അറിവോടുകൂടിയായിരിക്കും അവൻ ഇത് ചെയ്തത്. കുടുംബക്കാരെല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയായത്. അന്ന് ആ ഫൈനാൻസറിന്റെ മുന്നിൽ ഞാൻ നാണം കെട്ടു, അപമാനിക്കപ്പെട്ടു. എല്ലാത്തിനും കാരണം അവനാ. ഇത് ഞാൻ വെറുതെ വിടില്ല. ശ്രുതി, നീ വാ. എവിടേക്ക് ആന്റി? പൂ കെട്ടുന്നവളുടെ വീട്ടിലേക്ക്. അല്ല, എന്തിനാ ആന്റി വെറുതെ? വരാനല്ലേ നിന്നോട് പറഞ്ഞത്? ശരത്തിന് കാണുന്നില്ലല്ലോ ഏട്ടാ. വരും, ഇതുവഴി വരുന്നുണ്ടെന്നാണല്ലോ പ്രേംജിത്ത് വിളിച്ച് പറഞ്ഞത്. ചേട്ടാ വരുന്നുണ്ടവൻ. ശരത്തെ എവിടെ പോകുന്നു? എനിക്ക് ഇഷ്ടമുള്ളടത്ത് പോകും. എന്തിനാ ബൈക്ക് കത്തിച്ച? എന്താടാ അറിയാത്തവരോട് സംസാരിക്കുന്ന പോലെ? ഞാൻ പോട്ടെ. എന്താടാ, ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ? ആര്? നീയോ? എന്റെ ഫ്രണ്ടോ? എന്റെ ചേച്ചിയെ തല്ലിയാലല്ലേ നീ എന്റെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യോടാ. ഇനി നീയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. നിന്റെ മുന്നിൽ ഞാനും വരില്ല, എന്റെ മുന്നിൽ നീയും വരരുത്. നീ വലിയ ആളായല്ലേ. ആന്റണി ഏട്ടാന്ന് വിളിച്ച നാവ് കൊണ്ട് നീ എന്ന് വിളിച്ചു. എങ്ങനെ വിളിക്കാതിരിക്കും? പഴയ ശരത്തല്ലല്ലോ ഇപ്പോ, പോപ്പുലറായ ശരത്തല്ലേ. പോപ്പുലറോ? അപ്പോ നീ ആ വീഡിയോ കണ്ടില്ലല്ലേ? എടാ, ഇപ്പൊ നീയാണോ ട്രെൻഡിങ്? ആ വീഡിയോ കാണിക്കട്ടെ. എനിക്കൊന്നും കാണണ്ട. കണ്ടിട്ട് കൂടാ. ഇതാണ് നിന്നെ പോപ്പുലർ ആക്കിയ വീഡിയോ. കാണാ. നീ എന്നെ ചോദിച്ചല്ലേ? വിടറാ, ചെറിയ പയ്യനല്ലേ. മോനിരിക്കേ. നീ വീഡിയോ പുറത്തു വിട്ടല്ലേ? ചതിയൻ. അതിന് എന്റെ കയ്യിൽ ഈ വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ പുറത്തു വിടാന്? അല്ല, ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഞാൻ പുറത്തു വിടുവോ? കള്ളം പറയണ്ട, നീ തന്നെയാ ഇത് പുറത്തു വിട്ടത്. എടാ, കാശ് അടിച്ചു മാറ്റാൻ ഞാനും നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യൂ? നീ അല്ലാതെ വേറെ ആര് ചെയ്യാനാ? എടാ, ഈ വീഡിയോ പുറത്തു വിട്ടത് സച്ചിയാണ്, നിന്റെ അളിയൻ. ഞാനത് വിശ്വസിക്കും. നീ കഴിയോ? സച്ചിയോട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എടാ, അവൻ ചെയ്യൂടാ. അവന് ശരിക്കും മനസ്സിലാകാത്തോണ്ടാ. അവന്റെ ഫോണിലാണ് ഈ വീഡിയോ ഉള്ളത്. അവൻ അറിയാതെ ഇത് പുറത്തു വരുമോ? അവൻ തന്നെയാണ് ഇത് റിലീസ് ചെയ്തത്. സച്ചിയുടെ ഫോണിപ്പോ അദ്ദേഹത്തിന്റെ കയ്യിലില്ല, അത് കളഞ്ഞുപോയി. എടാ, അതവൻ കള്ളം പറയുന്നതാ. അവനെ സംശയിക്കാതിരിക്കാൻ വേണ്ടി അവനൊരു സീൻ ക്രിയേറ്റ് ചെയ്തതാ. ഞാൻ പറഞ്ഞത് സത്യമാ. അദ്ദേഹത്തിന്റെ ഫോൺ കാണുന്നില്ല. ഈ വീഡിയോ പുറത്തു വിടാൻ വേണ്ടിട്ട് നീയാണോ സച്ചിന്റെ ഫോൺ മോഷ്ടിച്ചത്? അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. സച്ചി തന്നെ ഇത് പുറത്തു വിട്ടത്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇങ്ങനെ ചെയ്യണമായിരുന്നെങ്കിലേ അദ്ദേഹത്തിന് മുന്നേ ചെയ്യായിരുന്നല്ലോ. ഞാൻ കാശ് മോഷ്ടിച്ച കാര്യം അദ്ദേഹം ഇന്നേ അവരെ ചേച്ചിയോട് പോലും പറഞ്ഞില്ല. അദ്ദേഹം ഒരിക്കലും എന്നെ ചതിക്കില്ല. എടാ, എല്ലാവരും ചേർന്ന് നിന്റെ മനസ്സ് മാറ്റിയിരിക്കുക. വീഡിയോ വൈറലാണ്, നീ പെട്ടു. വീഡിയോയിൽ എന്റെ മുഖം ഇല്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സച്ചി തന്നെയാ ഇത് ചെയ്തത്. അവരെ നിനക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. സാരമില്ല, പോകെ നിനക്ക് മനസ്സിലായിക്കോളും. അതൊക്കെ വിട്. കഴിഞ്ഞതൊക്കെ അങ്ങ് മറക്ക്.
നീ എന്റെ കൂടെ നിൽക്ക്. ഈ വീഡിയോയുടെ മാറ്റർ വലിയ വിഷയമാക്കാതെ നമുക്ക് തന്നെ ഒതുക്കാന്നേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ നിന്റെ കൂടെ നിൽക്കും നീ കരുതിയോ? എന്റെ ചേച്ചി എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. ആ ചേച്ചിയെ നീ തൊട്ടത് അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി എന്റെയും കുടുംബത്തിന്റെയും സച്ചിന്റെയും കുറുകെ വന്ന കൊല്ലുന്നില്ല ഞാൻ. നീ ഇപ്പൊ ചെല്ലെ. അവനെ എങ്ങനെ വെറുതെ ഇവിടെ ഉണ്ടായിരുന്നു? അവനെ കൈകാര്യം ചെയ്തിട്ട് എന്ത് കിട്ടാനാ? കുറച്ച് കഴിയുമ്പോ അവനെ പോലീസ് പൊക്കിക്കോളും. അവൻ ജയിലിലൊക്കെ ഒന്ന് പോയിട്ട് വട്ടെ. ഒടുക്ക അവൻ എന്റെ അടുത്ത് തന്നെ വരും. നിങ്ങളെ കണ്ടോ? ചതി നടത്തി എല്ലാം നന്നായി വരുമായിരുന്നു. എല്ലാവർക്കും മുന്നിൽ ഞാൻ കള്ളനായി. ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഇനി എങ്ങനെ ജീവിക്കും? വീട്ടിലുള്ളവർ അറിഞ്ഞു കാണോ? എല്ലാവരെയും എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും? എന്റെ ചേച്ചി ഇനി ആ വീട്ടിൽ എങ്ങനെ ജീവിക്കും? എല്ലാം ഞാൻ കാരണം. ഇനി എന്ത് ചെയ്യും ഞാൻ? ദേവു, നീ എന്താന്ന് ജോലിക്ക് പോവാത്തെ? ഇന്ന് ഞാൻ ലീവ് എടുത്തു. അമ്മേ, ആവശ്യമില്ലാതെ ഇവിടെ ലീവ് എടുക്കാണ് കേട്ടോ, ശ്രദ്ധിച്ചോണേ. ചേച്ചി, ഈ ഫോൺ കൊള്ളാം. ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ സച്ചേട്ടന് കൊടുക്കും. സന്തോഷവും സച്ചേട്ടന്. ശരത്തെ, നീ എന്താണ് ഇത്ര വൈകിയേ? ബ്ലോക്ക് ഉണ്ടായിരുന്നു ചേച്ചി. ദാച്ചി സിം കാർഡ് അതേ നമ്പറിൽ ഞാൻ വാങ്ങിയത്. അത് നന്നായി. ദേവു, നീ ഈ സിം കാർഡ് ഒന്ന് ആ ഫോണിലിട്ടെ. കോള് വരുന്നുണ്ടോ നോക്കണേ. അവന്റെ ബുദ്ധി കണ്ടില്ലേ? എന്റെ അമ്മേ, ഇതൊക്കെ ഇപ്പൊ നോർമലാ. ഇതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ചുമ്മാ മോനെ ഇങ്ങനെ പുകഴ്ത്തല്ലേ. പുകഴ്ത്തിയതൊന്നുമല്ല, അവന് നിന്നേക്കാൾ ബുദ്ധിയുണ്ട്. പരീക്ഷയുടെ മാർക്ക് വരുമ്പോ അത് നിനക്ക് മനസ്സിലായിക്കോളും. നോക്കാവേ. ആരും പറഞ്ഞിട്ടില്ല. ആന്റി, അവിടെ നിക്ക്. എന്തിനിപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? പിന്നെ എന്റെ കാശ് മോഷ്ടിച്ചവനെ ഞാൻ വെറുതെ വിടണോ? അല്ല, നമ്മുടെ വീട്ടിൽ അവനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്താ പോരായിരുന്നോ? എന്നാലേ അവനെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കസേരയിലിരുത്തി ചായയും കൊടുത്ത് മര്യാദയോടെ ചോദിക്കാം. അവനെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റില്ല. ഇന്ന് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആന്റി, 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 ആന്റി. ഫോൺ എങ്ങനെ ഉണ്ടടി? കൊള്ളാം. നല്ലതാണോ? അയ്യോ, അമ്മയോ? അമ്മ എന്താ ഇവിടെ? അമ്മ ഇരിക്ക. എവിടെയടി അവൻ? ആരാമ്മ? നിന്റെ അനിയൻ. ഓ, അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കും അല്ലേ? അമ്മ എന്തിനാ അവനെ അന്വേഷിക്കുന്നത്? എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ ഞാൻ അവനോട് പറഞ്ഞോളാം. ചന്ദ്രമതി, എവിടെയടി നിന്റെ മോൻ? എന്താ ചേച്ചി? എടാ, നീ ഇവിടെ ഒളിച്ചിരിക്കണല്ലേ? എനിക്ക് ഇവരോട് ചോദിച്ചു പറ്റും. നീ നിന്റെ തനി സ്വഭാവം എന്റെ അടുത്ത് കാണിച്ചല്ലേ? ഞാനൊന്നും അറിയില്ലെന്ന് കരുതി തുടങ്ങിയോ? എന്താ വീട്ടിൽ കയറി ഭ്രാന്ത് കാണിക്കുകയാണോ? എന്റെ മോൻ നന്നായി. ഓ, അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ അടിക്കുന്നത്? ഇവരെയൊന്നും കൈകൊണ്ട് അടിച്ചാ പോരാ, ചെരുപ്പൂരി അടിക്കണം. ഇന്ന് തോന്നിയ സമയം കാണിക്കുന്നത് എന്താ അമ്മയുടെ വിചാരം? നീ എന്റെ കയ്യിൽ വാങ്ങിക്കും. പിന്നെ എന്റെ അനിയനെ അടിക്കുമ്പോ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കണോ? എന്ത് ചെയ്യും നീ? അടിക്കാനെ അടിക്കടി അടിക്കേ. സച്ചേട്ടന്റെ അമ്മ എന്റെ കൂടി അമ്മയാ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അടിച്ച് ഞാൻ. നിങ്ങളുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ നിങ്ങൾ ഞങ്ങളെ അപമാനിച്ച് വിടാറുണ്ട്. അതെനിക്ക് മറുപടി തരാത്തത് അവിടെ കഴിയുന്ന ഒരു വലിയ മനുഷ്യനെ സച്ചി ഓർത്തിട്ട. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് മുമ്പിൽ വായു അടച്ച് കഴിയും കെട്ടി മിണ്ടായിരിക്കും ഓർക്കണ്ട. എന്തിനാ എന്റെ മോനെ പഠിച്ചത്? അടിക്കല്ല വേണ്ട, കൊന്ന പോലെ എന്റെ ദേഷ്യം മാറില്ല. അതിന് മാത്രം ഇവനെ എന്ത് തെറ്റാ ചെയ്തേ? രേവതി, അവൻ ഒരു തെറ്റും ചെയ്യാതെ ആന്റി അവനെ വെറുതെ അടിക്കോ? ഒന്നും അറിയാത്ത ഭാവത്തിൽ അഭിനയിക്കുക. കുടുംബം അടുത്ത് അറിഞ്ഞോണ്ടായിരിക്കും ഇതെല്ലാം ചെയ്തത്. എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറയുന്നത്? ശ്രുതി, ആന്റി, ദാ കാണ്, നോക്കടി, നോക്ക്, കണ്ണു തുറന്നു നോക്ക്. എന്താ ഒന്നും പറയാനില്ലേ? ഇപ്പൊ എന്ത് പറയുന്നു? കണ്ടില്ലേ, അന്ന് എന്റെ കാശ് മോഷ്ടിച്ചത് ഇവനാ. എന്തൊരു ധൈര്യം ഇവന്. നീ മോഷ്ടിച്ചല്ലേ? ഇതില് നല്ലത് ഞങ്ങൾ കൊല്ലുന്നായിരുന്നില്ലടാ. എന്താണോ ചെയ്തേ? എന്നോട് ക്ഷണിക്കുക ചേച്ചി. നീ എന്റെ കാശല്ലേടാ മോഷ്ടിച്ചത്. എന്തിനാ അവളുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുന്നത്? എന്റെ കാൽക്കൽ വന്ന് വീണ ചവിട്ടി ഒരയ്ക്കുന്നില്ല ഞാൻ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ വീട്ടിലുണ്ടല്ലോ ഒരെണ്ണം, അദ്ദേഹത്തെ പറഞ്ഞാ മതി. അദ്ദേഹം തേടി പിടിച്ച കുടുംബമല്ലേ ഇത്. എന്റെ വീട്ടിലെ മറ്റ് രണ്ട് മരുമക്കളും വലിയ വീട്ടിൽ നിന്ന് വന്നവരാ, കോടീശ്വരന്മാര്. ഇവളോ മോഷ്ടാക്കളുടെ കുടുംബത്തിൽ നിന്ന് വന്നവള്. ഈ കുടുംബമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞതാ. അദ്ദേഹം കേട്ടില്ല. അതിന്റെ ദുരന്തം ഇപ്പൊ അനുഭവിക്കുന്നത്. നടു റോഡിൽ വെച്ച് ഇവൻ എന്റെ കാശ് മോഷ്ടിച്ചു. അത് ചോദിക്കാൻ വന്ന എന്റെ നേരെ ഇവള് കൈ ചൂണ്ടി. അമ്മ, ഞങ്ങളൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണെന്ന് നാഴിക്ക് 40 വട്ടം പറയാറുണ്ടല്ലോ. ഇതാണോ നിന്റെയൊക്കെ അധ്വാനം? ഇവൻ ഇതുപോലെ മോഷ്ടിച്ചോണ്ട് വരുന്നോണ്ടല്ലേ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. എങ്ങനെയാണ് നിനക്കൊക്കെ ഭക്ഷണം ഇറങ്ങുന്നത്? നാണം ഉണ്ടോ? ആ ഭക്ഷണം നിങ്ങൾക്കൊക്കെ ദഹിക്കോ? അമ്മ, ഇനി നീ എന്നെ അമ്മയെന്ന് വിളിച്ചു പോകരുത്. നീ എന്റെ മരുമോളാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാ. ഇനി എന്നെ അമ്മയെന്ന് വിളിച്ചാ നിന്റെ ചെകിടത്തടിക്കും ഞാൻ. ഇനി നീ എന്റെ വീട്ടിൽ കാലുകുത്തി പോകരുത്. വന്നു പോകരുത് അങ്ങോട്ട്.